ഇവിടെയിരിക്കൂ. കുറേ ഫലങ്ങൾ ആഹരിക്കുകയും ചെയ്യൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമനായി കനകത്തളികയിൽ പഴങ്ങൾ വെച്ചു നീട്ടി. അമ്മേ, ഇപ്പോൾ സമയമില്ല. മാതാവിന്റെ ആനന്ദവും തന്നിൽ ചൊരിഞ്ഞ പ്രേമവും രാമനെ പുളകിതഗാത്രനാക്കി. സംഭവങ്ങളുടെ മാറ്റം എങ്ങനെയെന്ന് അമ്മയെ അറിയിക്കാൻ കഴിഞ്ഞുകയെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആനന്ദത്തിന്റെ അന്തരീക്ഷം നശിപ്പിക്കാൻ രാമന് വിഷമമായിരുന്നു. അവർക്ക് സംതൃപ്തി നൽകാൻ വേണ്ടി അദ്ദേഹം കനകാസനത്തിൽ നിന്ന് തളികയിലെ സാധനങ്ങളിൽ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഈ നിമിഷം മുതൽ ഞാൻ സ്വർണം സ്പർശിക്കരുത്, ഞാൻ സ്വർണാസനങ്ങളിലിരിക്കരുത്. ഞാൻ അമ്മയുടെ അനുഗ്രഹം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു രാജ്യഭ്രഷ്ടൻ എന്ന നിലയിൽ എനിക്ക് ദണ്ഡകാരണ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ അതിനുള്ള അനുവാദത്തിനു വേണ്ടിയാണ് വീടെ അമ്മയുടെ അടുത്തു വന്നത്. രാമൻ പറഞ്ഞ വാക്കുകളൊന്നും കൗസല്യയ്ക്ക് മനസ്സിലായില്ല. അവർക്കിങ്ങനെ പറയാൻ മാത്രം കഴിഞ്ഞു, മകനേ, അടുത്ത കുറേ നിമിഷങ്ങൾക്കുള്ളിൽ നീ രാജാവായി അഭിഷക്തനാവാനുണ്ട്. എന്നിട്ട് നീ ദണ്ഡകാരണ്യത്തെപ്പറ്റി പറയുന്നു. നീ പറയുന്നതിന്റെ പൊരുളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തന്റെ പുത്രൻ തമാശ പറഞ്ഞു തന്നെ ശല്യപ്പെടുത്തുകയാണെന്ന് അവർ ധരിച്ചു. അവർ പറഞ്ഞു, മകനേ, ഈ ശുഭസമയത്ത് നീ തമാശയായിപ്പോലും ദൂഷഗുണസൂചകങ്ങളായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കരുത്. അതുപേക്ഷിക്കൂ. എന്റെ മോഹനരത്നമേ, പാലിൽ വേവിച്ച് പഞ്ചസാരയിട്ട് മധുരപ്പെടുത്തി ഒരു തളികയിൽ വെച്ചിരുന്ന ചോറിൽ നിന്ന് വിരൽകൊണ്ട് കുറേ നുള്ളിയെടുത്ത് രാമന്റെ നാവിലേൽ വെച്ചു. അവരുടെ പ്രേമവും ആനന്ദവും കണ്ട് ലക്ഷ്മണന്റെ നയനങ്ങളിൽ കണ്ണുനീർ നിറഞ്ഞു. കൗസല്യ ഇതു കണ്ടു. അവർ നേരെ തിരിഞ്ഞ് അന്വേഷിച്ചു, ലക്ഷ്മണ, നിനക്കെന്താണിത്ര വ്യസനം? അവർ ക്ഷണത്തിൽ കുമാരന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ തലോടാൻ ശ്രമിച്ചു. പക്ഷേ ലക്ഷ്മണന് ദുഃഖമടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉറക്കെ കരഞ്ഞു. കൗസല്യാദേവി അമ്പരന്നുപോയി. ലക്ഷ്മണൻ കരഞ്ഞതെന്തിനാണെന്നവർക്ക് മനസ്സിലായില്ല. രാമന്റെ വാക്കുകളും ലക്ഷ്മണന്റെ ദുഃഖവും അവരെ ആകെ കുഴപ്പത്തിലാക്കി. ഇതിനിടയിൽ രാമൻ ഇടപെട്ട് സംസാരിച്ചു, അമ്മേ, അമ്മ ദുഃഖിക്കുകയില്ലെങ്കിൽ ഞാനൊരു സംഗതി പറയാം. അദ്ദേഹം മാതൃഹസ്തങ്ങൾ തന്റെ കൈകളിൽ ദൃഢമായി ഗ്രഹിച്ചു. എന്നെയും അമ്മയെയും നമ്മുടെ മുഴുവൻ കുടുംബത്തെയും നമ്മുടെ വംശത്തെയും അനശ്വര പ്രഭാവത്തിലേക്ക് നയിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് യാതൊരു കണ്ണയ്ക്കും ഇടം കൊടുക്കരുത്. സംശയിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. എനിക്ക് കാട്, ഭരതന് നാട്. സ്നേഹത്തോടും കൗതുകത്തോടും കൂടി അതിന് സമ്മതിക്കുക. ഞാൻ പിതൃകൽപ്പന അനുസരിക്കുന്നതിൽ അമ്മയ്ക്കും വലിയ ആനന്ദമില്ലേ? പിതാവ് എന്റെ ഭ്രാതാവായ ഭരതനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു താപസന്റെ വേഷത്തിൽ 14 കൊല്ലത്തേക്ക് വനവാസത്തിനായി ദണ്ഡകാരണ്യത്തിലേക്ക് എന്നെ അയക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞകൾക്ക് വഴങ്ങി ഞാൻ വനവാസത്തിനു പോവുകയാണ്. അമ്മയോട് അനുവാദം ചോദിക്കാൻ വന്നിരിക്കയാണ്. ഇത് കേട്ട് കൗസല്യ വിറയാർന്ന സ്വരത്തിൽ രാമാ എന്നു വിളിച്ച് ഉടനെ നിലംപതിച്ചു. എന്താണ് സംഭവിച്ചത്? എന്റെ പ്രായമെത്താത്ത കുഞ്ഞിനെ ഇരുളടഞ്ഞ വനത്തിലേക്ക് അയക്കുകയോ? ഇതിനെന്തു കുറ്റമാണ് രാമൻ ചെയ്തത്? ഇത് സത്യമായിരിക്കുമോ? ഞാൻ ഉറക്കമിളച്ചതിന്റെയും അനശനവ്രതം അനുഷ്ഠിച്ചതിന്റെയും ഫലമായി എന്റെ തലച്ചോറിൽ നിന്നും വരുന്ന അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളായിരിക്കുമോ ഇത്? അവരിങ്ങനെ സ്വയം വിശദീകരണം ചെയ്യുകയും ആശ്വസിക്കുകയും ചെയ്യുമ്പോൾ കൈകേയിയുടെ കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ അന്തഃപുരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഏതു ഭാഗത്തുനിന്നും പരിചാരികമാരുടെയും പരിചാരകന്മാരുടെയും പുലമ്പലിന്റെയും വിലാപത്തിന്റെയും ശബ്ദം ഉയർന്നുകേട്ടു. വ്യസനാധിക്യം കൊണ്ട് എല്ലാവരും കണ്ണീർ പൊഴിക്കുകയായിരുന്നു. രാമ, ഞങ്ങളെ വിട്ടുപോകരുതേ എന്ന ആക്രോശം സർവഭാഗങ്ങളിൽ നിന്നും കേൾക്കാമായിരുന്നു. വ്യസനാക്രാന്തരായ ആളുകൾ കൂട്ടം കൂട്ടമായി കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ബന്ധപ്പെട്ടു ചെന്നു. ആശ്ചര്യം, ദുഃഖം, ഭയം എന്നീ വികാരങ്ങളാൽ കൗസല്യ വല്ലാതായി. ഇതിന്റെയൊക്കെ രഹസ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നിലത്തുനിന്നെഴുന്നേൽക്കാനായില്ല. കാരണം ഉത്കണ്ഠ, നിരാശ എന്നിവ അവരെ അത്രയേറെ തളർത്തിക്കഴിഞ്ഞിരുന്നു. എങ്കിലും സർവ്വവ്യാപകമായ പ്രാണവേദനയുണ്ടാവാൻ കാരണമെന്തെന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. രാമനെ മടിയിലിരുത്തി അവർ ചോദിച്ചു, മകനേ, എന്താണ് കേൾക്കുന്നതൊക്കെയും? എനിക്ക് ഈ അനിശ്ചിതത്വം ഇനിയും സഹിക്കാൻ കഴിയുന്നില്ല. രാമൻ കൗസല്യയോട് പറഞ്ഞു, ഒരിക്കൽ അച്ഛൻ കൈകേയിക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന 2 വരങ്ങൾ ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവയിൽ ആദ്യത്തെ വരം ഭരതനെ രാജാവാക്കി വാഴിക്കണമെന്നതാണ്. രണ്ടാമത്തേത് എന്നെ 14 കൊല്ലക്കാലം വനവാസത്തിനയക്കണമെന്നും. രാമൻ ഈ വസ്തുതകൾ പറഞ്ഞ് അമ്മയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കൗസല്യ ചോദിച്ചു, രാമ, കൈകേയി സത്യമായും ആ വരങ്ങൾ ആവശ്യപ്പെട്ടുവോ? കൈകേയിക്ക് നിന്റെ നേരെ അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നില്ലേ? അവൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്കു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല. അഥവാ അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ അത് രാജാവിനെ പരീക്ഷിക്കുന്നതിനുവേണ്ടി മാത്രമായിരിക്കും എന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഈ ലഘുവായ കാര്യത്തിന് എന്തിനാണിത്ര കുഴപ്പവും ഉത്കണ്ഠയുമെല്ലാം?
അല്ലെങ്കിൽ അവൾ ആ വരങ്ങൾ ആവശ്യപ്പെട്ടുവെന്നിരിക്കട്ടെ, നിന്റെ പിതാവ് അവ അനുവദിക്കുന്നതിനെപ്പോഴെങ്കിലും സമ്മതിക്കുമോ? ഇത് വിശ്വസിക്കാൻ മനസ്സുവരുന്നില്ല. തന്റെ സന്നിധിയിൽ ഒരൊറ്റ നിമിഷം പോലും നീ ഇല്ലാതിരിക്കുന്നത് സഹിക്കാൻ സാധിക്കാത്ത നിന്റെ അച്ഛൻ 14 വർഷത്തേക്ക് നിന്നെ കാട്ടിലേക്ക് അയക്കുമോ? ഇതെന്നെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. സംഗതികളുടെ സത്യാവസ്ഥ തന്റെ മാതാവ് അവിശ്വസിക്കുന്നത് കണ്ടപ്പോൾ രാമൻ അവരുടെ 2 കൈകളും തന്റെ കൈകളാൽ ഗ്രഹിച്ചപേക്ഷിച്ചു, അമ്മേ, എന്റെ വാക്കുകൾ വിശ്വസിക്കൂ. അച്ഛൻ ആദ്യമേ കൈകേയി മാതാവിന് ഏത് 2 വരങ്ങൾ ആവശ്യപ്പെട്ടാലും നൽകാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. പിന്നീട് അവർ ഈ വരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ താൻ കൊടുത്ത വാക്ക് ലംഘിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. എന്നെ കാട്ടിലേക്ക് അയക്കാനുള്ള കൽപ്പന പുറപ്പെടുവിക്കാനും അങ്ങനെ എന്നെക്കൂടാതെ ജീവിക്കാനും അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെയേറെ മാനസിക ക്ലേശം അനുഭവിക്കുകയാണ്. അച്ഛന്റെ ഈ കഷ്ടപ്പാട് എനിക്ക് സഹിക്കാനാകുന്നില്ല. ഞാൻ ആ കൊട്ടാരത്തിൽ നിന്നും ഇപ്പോൾ വന്നതേയുള്ളൂ. അദ്ദേഹം ബോധം കെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കഠിനമായ മനോവേദന അനുഭവിക്കുകയുമാണ്. ഇതാണ് സത്യം. ഇത്ര ലഘുവും ഹാസ്യകരവുമായ സംഗതിക്ക് ഇത്രയും ഉത്കണ്ഠ അമ്മയ്ക്കുണ്ടാകുവാൻ ഞാനത്ര ക്രൂരനല്ല. എന്നെ വിശ്വസിക്കൂ. ഞാൻ അച്ഛന്റെ ആജ്ഞ സ്വീകരിച്ചിരിക്കുന്നു. അമ്മയുടെ അനുവാദത്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് രാമൻ കൗസല്യയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. കൗസല്യ അദ്ദേഹത്തെ മെല്ലെ എഴുന്നേൽപ്പിച്ചു. അവർ പറഞ്ഞു, രാമ, ഇതൊരു സാധാരണമായ പെരുമാറ്റമാണ്. ഒരാൾ എത്ര അപരിഷ്കൃതനാണെങ്കിലും ഇത്ര ഭയങ്കരമായ വരങ്ങൾ ആവശ്യപ്പെടുമോ? അടുത്ത കുറേ നിമിഷങ്ങൾക്കുള്ളിൽ കിരീടധാരണം നടക്കാനിരിക്കുന്ന നിന്നെ വനത്തിലേക്ക്, അതും 14 കൊല്ലത്തേക്ക് പറഞ്ഞയക്കുവാൻ ഏതെങ്കിലും മനുഷ്യജീവി എപ്പോഴെങ്കിലും ചിന്തിക്കുമോ? എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ദുഃഖമനുഭവിക്കുകയാണോ വേണ്ടത്? അനേകം വ്രതങ്ങളുടെയും പുണ്യകർമ്മങ്ങളുടെയും ഫലമായി എനിക്കൊരു പുത്രനെ ലഭിച്ചു. നിന്റെ കോമളമായ മുഖത്തു നോക്കിക്കൊണ്ട് ഞാൻ കഴിഞ്ഞകാല ദുഃഖത്തിന്റെ വേദനകൾ മറന്നു. എനിക്ക് മറ്റൊരു ഗ്രഹവുമില്ല. ഞാൻ മറ്റൊരു വരത്തിന്നും ആവശ്യപ്പെടുന്നുമില്ല. എന്റെ മകൻ എന്നോടൊന്നിച്ച് എന്റെ സമീപമുണ്ടായാൽ എന്നെ സംബന്ധിച്ച് ധാരാളം മതി. ഈ ചെറിയ ദാനത്തിനു പോലും ഞാൻ അനർഹയായിത്തീർന്നിട്ടുണ്ടോ? കാട്ടിലേക്ക് എറിയപ്പെടാൻ വേണ്ടി മാത്രമാണോ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചത്? ഏതെങ്കിലും ഒരമ്മ തന്റെ മകനെ കാട്ടിലയക്കാൻ സമ്മതിക്കുമോ? ഹാ, കഷ്ടം! ഞാൻ എന്തൊരു പാപമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതൊരു ജന്മത്തിലാണ് ഞാനൊരമ്മയെ മകനിൽ നിന്നും അകറ്റി നിർത്തിയത്? നീ വേദപാഠങ്ങൾ ആരംഭിച്ച ദിവസം മുതൽ നിന്റെ അഭിഷേകദിനം അടുക്കുവരികയാണെന്ന ചിന്തയിൽ ഞാൻ അനിമിഷം സന്തോഷിക്കുകയായിരുന്നു. എന്റെ ആ മധുരസ്വപ്നങ്ങളെല്ലാം ഇല്ലാതായോ? എന്റെ എല്ലാ പ്രതീക്ഷകളും നിലത്തുവലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു നുറുക്കിയോ? നിന്റെ ആനന്ദത്തിനും സുഖത്തിനും വേണ്ടി ഞാൻ നിഷ്കൃഷ്ടമായി ആചരിച്ച വ്രതങ്ങളും നിർനിദ്രതയും ക്രിയകളും കർമ്മങ്ങളുമെല്ലാം ഫലശൂന്യമായിത്തീർന്നുവോ? ഹോ, ഞാനെന്തൊരു മഹാപാപിയാണ്! ഈ വാർത്ത കേട്ടിട്ട് എന്റെ ഹൃദയം എന്താണ് പൊട്ടിത്തകർത്തത്? ഒരുപക്ഷെ ഹൃദയഭേദകമായ ഇത്തരം അനേകം വാർത്തകൾ കേൾക്കാനുണ്ടായിരിക്കും. മൃത്യു എന്നെ സഹായിക്കില്ല. കേശവനെല്ലാം ഉണ്ടായിട്ടും എന്റെ ഹൃദയം വീണ്ടും സ്തബ്ധമാകുന്നു. കഷ്ടം! മരണം പോലും നിശ്ചിത സമയത്തെ കാത്തിരിക്കാനനുവദിക്കുന്നില്ല. അവൻ വരുന്നു. പക്ഷേ എന്റെ സ്ഥിതി കണ്ടിട്ടും എന്നെ മൃത്യുവിന്റെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതിനേക്കാൾ ഞാൻ അനർഹയാണെന്ന് വിധി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹാ രാമ, ഈ ആപത്ത് നമുക്ക് വരണമെന്നാണോ? അവർ വിലാപിച്ച് ബോധം കെട്ട് നിലത്ത് വീണു. ബോധം വീണപ്പോൾ കൈയിലെല്ലാം ഹൃദയം അമർത്തി നിലത്തുകൂടി ഉരുണ്ടു. രാമൻ ഈ കാഴ്ച ശാന്തമായി നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ചുറ്റുമുണ്ടായിരുന്ന പരിചാരികമാരുടെ നിലവിളി കൊടുങ്കാറ്റുപോലെ അദ്ദേഹത്തിന്റെ ചെവികളിൽ പതിച്ചു. രാമൻ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. അദ്ദേഹം അമ്മയുടെ അടുത്ത് ചെന്ന് അവരുടെ നെറ്റിത്തടവി അവരുടെ തലമുടി തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ വസ്ത്രങ്ങളിൽ പറ്റിയിരുന്ന പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. കടലിൽ ആഴത്തിൽ ഉറച്ചുകഴിഞ്ഞുയർന്നു നിൽക്കുന്ന ഒരു കൂറ്റൻ പാറക്കെട്ടുപോലെ ചുറ്റും അലച്ചുമുയർന്നു നുര ചിന്നുന്ന തിരമാലകളുടെ മുഷ്ടിപ്രഹരകൊണ്ടൊന്നും യാതൊരു ഹാനിയും വരാതെ രാമൻ അവിടെയിരുന്നു. അദ്ദേഹം ദുഃഖത്തിന്റെ അധിഘാതങ്ങൾക്കും ആനന്ദത്തിന്റെ മുഖസ്തുതികൾക്കും അതീതനായിരുന്നു. ചില നിമിഷങ്ങൾക്കു മുമ്പ് ഒരു മഹാസാമ്രാജ്യത്തിന്റെ ഭരണകർത്താവായി അഭിഷിക്തനാകുവാൻ ആസ്ഥാനമണ്ഡപത്തിലേക്ക് പോയപ്പോഴുണ്ടായ അതേ സമചിത്തതയാണ് ഇപ്പോൾ 14 കൊല്ലത്തെ വനവാസത്തിനായി പുറപ്പെടുന്ന ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടായിരുന്നത്. ധർമ്മസ്വരൂപൻ, ധർമ്മമാർഗ്ഗത്തിൽ നിന്നും രാമൻ അണുപോലും വ്യതിചലിക്കുകയില്ലെന്ന് കൗസല്യയ്ക്കറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ലെന്നും അച്ഛൻ നിർദ്ദേശിച്ച മാർഗ്ഗത്തിൽ ഒരു തലനാരിഴ പോലും വ്യതിചലിക്കുകയില്ലെന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. തന്റെ വിലാപങ്ങളൊന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയില്ലെന്നും അവർക്ക് തീർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുന്നതിനായി രാമനെ സ്വാധീനിക്കുന്നതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ ഉപേക്ഷിച്ചു. മകനെ,
ദുരന്തമായിട്ടുള്ള ഈ സംഭവവികാസങ്ങളെ നേരിടാൻ വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ നയാരെങ്കിലുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ ചെയ്ത കുറ്റങ്ങൾക്കും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കഠിനഹൃദയനായ ഒരു അപരിഷ്കൃതനും പോലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ ഏറ്റവും നിസ്സാരമായൊരു കുറ്റത്തിന്റെ നേരെപ്പോലും വിരൽ ചൂണ്ടാൻ സാധിക്കുകയില്ല. ഇത്രയും അവർക്കിതമായ നിഷ്കളങ്കതയും ഉദ്ദേശശുദ്ധിയും പുണ്യശീലവുമുള്ള ഒരാളെ രാജ്യഭ്രഷ്ടനെ നിലയിൽ കാട്ടിലേക്ക് ഓടിക്കുവാനാൻ ഭൂമിയിലുള്ള ഒരു രാജാവിനും അധികാരമില്ല. രാമൻ തന്റെ ലജ്ജുവായ മാർഗ്ഗത്തിൽ അചഞ്ചലനാണ്. അദ്ദേഹം ഇന്ദ്രിയങ്ങളുടെ ജേതാവാണ്. ഏത് ജാതിയിൽപ്പെട്ട ശത്രുക്കളെയും അദ്ദേഹം മാനിക്കുകയും ബഹുമാനപൂർവ്വം പെരുമാറുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മകനെ ഏതെങ്കിലും അച്ഛൻ കാട്ടിലേക്ക് ഓടിക്കുമോ? കൂടാതെ രാജാവ് ധർമ്മതൽപരനായിരിക്കണം. പവിത്രങ്ങളായ ആദർശങ്ങൾ പൂർണ്ണമായും ഉള്ള ആളായിരിക്കണം. എല്ലാ മതവിശ്വാസങ്ങളിലുള്ള ഉത്തമാംശങ്ങളെ ഉൾക്കൊള്ളണം. അങ്ങനെയുള്ള ഒരു രാജാവിന് ഇത്തരം കൽപ്പന പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഇത് പരിശോധിച്ചാൽ ഒന്ന് തീർച്ചയാണ്: ഒന്നുകിൽ ദശരഥൻ ഭ്രാന്താണ്, അല്ലെങ്കിൽ അന്ധമായ കാമത്തിന്റെ അടിമയാണ്. ഈ രണ്ടു തരംകാരിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട ഒരാളിൽ നിന്നുള്ള ഏതാജ്ഞയും ഗണനാർഹമല്ല. ഭ്രാന്തനെപ്പോലെയോ ശിശുവിനെപ്പോലെയോ പെരുമാറുന്ന രാജാവിന്റെ വാക്കുകൾ മാനിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയമായ ധർമ്മത്തിന്റെ അനുശാസനങ്ങളെ മറന്നും ലൗകികജ്ഞാനത്തിന്റെ മാർഗ്ഗമുപേക്ഷിച്ചും പൈതൃകമായ വാത്സല്യാദി വികാരങ്ങളുടെ ആവശ്യങ്ങളെ കാറ്റിൽ പറപ്പിച്ച് മനസ്സിന്റെ വ്യാമോഹവും ഭ്രമവും സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്ന ഒരു ഭ്രാന്തനായി തീർന്നിരിക്കുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആളുടെ ആജ്ഞ സാധുവാണെന്ന് ഗണിക്കാമോ? അത് മാനിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുകയേയില്ല. ലക്ഷ്മണൻ രാമന്റെ നേരെ തിരിഞ്ഞ് ആദരപൂർവ്വം അദ്ദേഹത്തിന്റെ കൈകൾ തന്റെ കൈകളിൽ ഗ്രഹിച്ചുകൊണ്ടു പറഞ്ഞു: ജ്യേഷ്ഠാ, എനിക്കു മാപ്പു തരൂ. ഈ വാർത്ത എല്ലാവരും അറിയുന്നതിനു മുമ്പ് രാജ്യത്തിന്റെ ഭരണാധികാരം സ്വീകരിക്കുക. ഞാൻ വില്ലുമായി അങ്ങയുടെ നേരെ അയോധ്യയിലേക്ക് സഹായത്തിനുണ്ടാവും. അങ്ങയുടെ നേരെ അയോധ്യയിൽ നിന്ന് ആരെതിർത്താലും ഈ വില്ലിൽ നിന്നും പുറപ്പെടുന്ന അസ്ത്രങ്ങൾ നേരെ നേരിടേണ്ടിവരും. തീർച്ചയായും അത്തരക്കാർ അയോധ്യയിലോ മറ്റെവിടെയുമോ ഇല്ല. എന്നാൽ എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ ഈ മഹാനഗരം മരുഭൂമിയാകും. ഒരൊറ്റ മനുഷ്യജീവിയും ഇവിടെ അവശേഷിക്കുകയില്ല. അക്കാര്യങ്ങൾ എന്റെ നിശിതാസ്ത്രങ്ങൾ നോക്കിക്കൊള്ളും. എന്തിനാണ് 1000 കാര്യങ്ങൾ പറയുന്നത്? ഭരതനോ അവനുവേണ്ടി മറ്റാരെങ്കിലും എതിർത്താൽ ഞാൻ അവരെ സമൂലം നശിപ്പിക്കും. ഞാനൊന്നും വകവയ്ക്കുകയില്ല. ഈ മത്സരത്തിൽ കൈകേയിയുടെ സഹായി എന്ന നിലയിൽ ദശരഥൻ വന്നാലും ഞാൻ അദ്ദേഹത്തെ പിടിച്ചു തടവിലിടും. രാമസങ്കൽപ്പം. ലക്ഷ്മണൻ ഈ രീതിയിൽ സംസാരം തുടർന്നുകൊണ്ടിരിക്കെ രാമൻ രൂക്ഷമായി അവനെ നോക്കി. അവന്റെ വികാരങ്ങളുടെ പ്രവാഹത്തെ തടഞ്ഞു. ലക്ഷ്മണ, നിന്റെ വാക്കുകൾ അതിരുകടക്കുന്നു. ഞാനാഗ്രഹിക്കുന്നത് തടയാൻ ആർക്കും സാധിക്കുകയില്ല. എന്റെ ഇച്ഛയുടെ ഗതിയെ മാറ്റുവാനും ആർക്കുമാവുകയില്ല. എന്റെ വനവാസം ഒഴിവാക്കാൻ നിവൃത്തിയില്ല. എന്നോടുള്ള പ്രേമത്താൽ പ്രേരിതനായിട്ടാണ് നീ സംസാരിക്കുന്നത്. എന്നിൽ നിന്നും നിന്റെ വേർപാട് തടയാനുള്ള നിന്റെ ആഗ്രഹവും അതിന് കാരണമാണ്. അടങ്ങൂ. ആത്മനിയന്ത്രണം നിന്നെ എല്ലാ ഉത്കണ്ഠയിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷിക്കും. ക്ഷമിക്കൂ. ക്രോധിക്കരുത്. അച്ഛന്റെയോ ഭ്രാതാവായ ഭരതന്റെയോ നേരെ വിദ്വേഷത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാതിരിക്കൂ. പരിശുദ്ധരും പുണ്യാത്മാക്കളുമാണവർ. കൈകേയിയും സമാദരണീയയാണ്. അവരെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും വേണം. അവർ ആവശ്യപ്പെട്ട വരങ്ങൾക്കും കുറ്റമില്ല. സ്വന്തം പുത്രനായ ഭരതനേക്കാൾ അവർ എന്നെ സ്നേഹിച്ചു, ലാളിച്ചു, ഓമനിച്ചു, ശുശ്രൂഷിച്ചു. എന്നോടൊപ്പം കളിച്ചു. എന്നിൽ നിന്നും ആനന്ദം അനുഭവിച്ചു. അങ്ങനെയുള്ള അമ്മ അച്ഛനോട് അത്തരം വരങ്ങൾ അപേക്ഷിക്കുമ്പോൾ ലോകഗതിക്ക് ഒരിക്കലും നിരക്കാത്ത വരങ്ങൾ തീർച്ചയായും ആ കാര്യത്തിൽ എന്തോ നിഗൂഢമായ അർത്ഥമുണ്ടാകണം. ഇത് മനുഷ്യതന്ത്രങ്ങളൊന്നുമല്ല. ദൈവികമായ പദ്ധതിയായിരിക്കണം. ശാന്തനായിരിക്കൂ. നിന്റെ ഭയവും വിദ്വേഷവും ഉപേക്ഷിക്കൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം, രാമൻ ഉപദേശിച്ചു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു: രാമ, അങ്ങേക്ക് ന്യായമായും അവകാശപ്പെട്ട കിരീടം എന്തടിസ്ഥാനത്തിലാണ്, എന്തധികാരത്തിലാണ് ഭരതന് നൽകേണ്ടത്? മുത്തപുത്രനില്ലാത്ത അധികാരം മറ്റേതു പുത്രനുണ്ട്? അച്ഛനുവേണ്ടി ഞാൻ ഈ അസംബന്ധമായ അന്യായമായ ആജ്ഞ അനുസരിക്കുകയില്ല. കൗസല്യയുടെ നേരെ തിരിഞ്ഞ് ലക്ഷ്മണൻ തുടർന്നു: സംപൂജിയായ മാതാവേ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ രാമനോട് കേഴുന്നില്ല. ഒരു നിമിഷം പോലും എനിക്ക് നിലനിൽക്കാനാവില്ല. രാമനിൽ നിന്നകന്നുള്ള ജീവിതം എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ അദ്ദേഹം വനത്തിനു പോവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അനുഗമിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളിൽ സഞ്ചരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ നിഴലായിരിക്കും. അദ്ദേഹം കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ കത്തിക്കാളുന്ന അഗ്നിയിൽ അത്യാനന്ദത്തോടെ ചാടും. ഞാൻ അദ്ദേഹത്തിന്റെ ആജ്ഞയെ അനുസരിക്കുകയുള്ളൂ. മറ്റാരുടെ ആജ്ഞയെയും അനുസരിക്കുകയില്ല. എനിക്ക് അമ്മയുടെ സങ്കടം സഹിക്കുന്നില്ല. അദ്ദേഹം എന്റെ രാമചന്ദ്രനാണ്. ആർക്കെങ്കിലും സ്വന്തം ജീവശ്വാസത്തിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുമോ?
ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ കൗസല്യയ്ക്ക് തെല്ലൊരാശ്വാസമുണ്ടായി. അവർ ലക്ഷ്മണന്റെ ശിരസ് തലോടിക്കൊണ്ടു പറഞ്ഞു, നിന്റെ പ്രേമം എനിക്ക് വളരെയേറെ ആശ്വാസം തരുന്നു. നിന്റെ വാക്കുകൾ വലിയ ശക്തിയും പ്രദാനം ചെയ്യുന്നു. നിന്നെപ്പോലെയുള്ള ഭ്രാതാക്കന്മാർ അപൂർവമാണ് തീർച്ച. ഇത്തരം കുട്ടികളെ പ്രസവിച്ച അമ്മയെ പുണ്യവതിയും പരിശുദ്ധയുമായി ലോകം ഗണിക്കുന്നു. പക്ഷേ നമ്മൾ മഹാപാപികളാണെന്ന ബോധത്താൽ നാം വളരെ ക്ലേശിക്കുന്നു. രാമൻ അവന്റെ തീരുമാനത്തിൽ നിന്നും വിരമിക്കുകയില്ല. നാടുകടത്തൽ അവന്റെ കാര്യത്തിൽ അനിവാര്യമാണ്. എനിക്കിപ്പോൾ ഇതേ വേണ്ടൂ. എന്നെക്കൂടി ഒന്നിച്ചുകൊണ്ടുപോകൂ. അവർ വിലപിച്ചു. രാമൻ ലക്ഷ്മണന്റെ നേരെ നോക്കി പറഞ്ഞു, സഹോദരാ, നിനക്കെന്നോടുള്ള സ്നേഹത്തിന്റെ വ്യാപ്തി എനിക്കറിയാം. നിന്റെ വീര്യവും നിന്റെ പ്രാപ്തിയും നിന്റെ പ്രഭാവവും ഞാനറിയാത്തതല്ല. ശരിയായ വസ്തുതകളും ആത്മനിയന്ത്രണത്തിന്റെ വിലയും മനസ്സിലാക്കാത്തതുകൊണ്ട് അമ്മ വളരെ വലിയ ദുഃഖമനുഭവിക്കുന്നു. എങ്കിലും ചിന്തിക്കൂ, ജീവിതത്തിന്റെ എല്ലാ മൂല്യങ്ങൾക്കും സാധാരണം ഞാൻ അവർക്ക് പിറന്ന കുട്ടിയായതുകൊണ്ട് ദുഃഖം സ്വാഭാവികമാണല്ലോ. പക്ഷേ ജീവിതത്തിന്റെ ധർമ്മമാണ് അടിവേര്. സത്യത്തിന്റെ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കുമേലെ ധർമ്മം സുരക്ഷിതമായുള്ളൂ. സത്യവും ധർമ്മവും പരസ്പരം മാറ്റി സ്ഥാപിക്കാവുന്നവയാണ്. ഒന്നില്ലെങ്കിൽ മറ്റേതിന് നിലനിൽപ്പില്ല. സത്യം നന്മയാണ്, നന്മ സത്യവും. പിതാവിന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് സത്യവും ധർമ്മവും രണ്ടും ലഭിക്കുന്നു. വിശിഷ്ടജീവിതത്തിന് സ്വയം അർപ്പിക്കപ്പെട്ട ഒരാളും അമ്മയ്ക്കോ അച്ഛനോ ഗുരുവിനോ നൽകിയ വാക്ക് ലംഘിക്കുകയില്ല. അതു തീർച്ചയാണ്. കൈകേയിയല്ല എന്നോട് കൽപ്പിച്ചത്. അവർ അച്ഛന്റെ കൽപ്പന എന്നെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് അതിന് തലകുനിക്കേണ്ടതുണ്ട്. അത് പിതുരാജനായിരുന്നില്ലെങ്കിൽ കൈകേയി എന്നോട് അതേക്കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹത്തിന് തന്റെ കൽപ്പന അതല്ല എന്ന് പറയാമായിരുന്നില്ലേ? അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം കരയുകയും ഞെട്ടുകയുമായിരുന്നു. ഈ കാരണത്താൽ അത് അദ്ദേഹത്തിന്റെ കൽപ്പന പോലെ തന്നെ അധികൃതമാണ്. അതിനാൽ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല. ഞാൻ അതിനെതിരായി പ്രവർത്തിക്കില്ല. ഭീരുതയെ സൃഷ്ടിക്കുന്ന ക്ഷത്രിയ സ്വഭാവത്തിലേക്ക് നിന്റെ കാരണബുദ്ധിയെ വഴുതി വീഴാൻ അനുവദിക്കരുത്. അക്രമവും ക്രൂരതയും ഉപേക്ഷിക്കൂ. എന്നിട്ടെന്റെ നിലപാടുൾക്കൊള്ളൂ. ക്രോധം കൊണ്ടും ദുഃഖം കൊണ്ടും തളർന്നുപോയ ലക്ഷ്മണന്റെ പുറം രാമൻ തലോടി. മൃദുവും സ്നേഹമധുരവുമായ വാക്കുകൾ പറഞ്ഞ് വ്യസനം ശമിപ്പിക്കാൻ ശ്രമിച്ചു. അനന്തരം കൗസല്യാമാതാവിന്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എന്റെ തീരുമാനത്തെ തടസ്സപ്പെടുത്തി എന്റെ പ്രതിജ്ഞയെ ലംഘിക്കുവാൻ കാരണമാകരുത്. ആർക്കെന്തു വന്നാലും എന്റെ വനവാസം മാറ്റാനാവില്ല. സ്നേഹപൂർവ്വം എന്നെ അയക്കൂ. അനന്തരം അദ്ദേഹം അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു പോകാനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു. തന്നെ വല്ലാതെ പീഡിപ്പിക്കുന്ന പ്രാണവേദന കൊണ്ട് വേപതുഗാത്രയായ അമ്മ രാമന്റെ പുറത്ത് കൈകൾ വെച്ച് ഉച്ചത്തിൽ വിലപിച്ചു. അവരുടെ സ്ഥിതി കണ്ട രാമനും തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുവാൻ വിഷമിച്ചു. അദ്ദേഹം മാതൃപാദങ്ങളെ ഗ്രഹിച്ചു പറഞ്ഞു, അമ്മേ, എന്റെ വാക്ക് പരമതുല്യമാണ്. ശ്രദ്ധിക്കൂ. കാട്ടിൽ എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല. ഏറ്റവും വർദ്ധിച്ച സുഖത്തോടും സന്തോഷത്തോടുകൂടി ഞാൻ ഈ 14 വർഷം കഴിച്ചുകൂട്ടും. അനന്തരം ഞാൻ മടങ്ങിവന്ന് ഈ പാദങ്ങളിൽ വീണ്ടും നമസ്കരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച അമ്മയുടെ പ്രതീക്ഷകളെല്ലാം ഞാൻ നിറവേറ്റും. മാതാവേ, ഇത് ദശരഥന്റെ ആജ്ഞയാണ്. ഞാൻ മാത്രമല്ല, അമ്മയും ലക്ഷ്മണനും സുമിത്രയും ഭരതനും എല്ലാവരും പ്രത്യേകം അനുസരിക്കേണ്ട കൽപ്പനയാണിത്. ഇതാണ് പുരാതന നിയമം, സനാതനധർമ്മം. അമ്മേ, ഞാൻ മറ്റൊരു ഭർത്തനെ കൂടി ചെയ്യുന്നു. അമ്മയും ബാക്കിയുള്ളവരും എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിച്ച് ചെയ്ത ഒരുക്കങ്ങൾ അതേ ആനന്ദത്തോടും ഉത്സാഹത്തോടും കൂടി ഭരതന്റെ അഭിഷേകത്തിനു വേണ്ടി ഉപയോഗിക്കണം. എനിക്കുള്ളത് വനപ്രദേശമാണ്. ഓരോരുത്തർക്കും വിധിക്കപ്പെട്ട അത്യൽകൃഷ്ടമായ ധർമ്മത്തിനനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കണം. ദുഷ്കരമാണെന്ന് കരുതി ഒരാൾ കർമ്മം ചെയ്യാതിരിക്കരുത്. ഞാനും ഭരതനും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച ആശയം വളർത്തരുത്. അമ്മയ്ക്ക് ചെയ്യാനുള്ളത് ഇതുമാത്രമാണ്. ഞങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കുക. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിജയപ്രദമായി നിർവഹിക്കുവാനായി ആവശ്യപ്പെടുക. മാതാവിന് മുന്തുക്കം. രാമന്റെ ഈ വാക്കുകൾ കൗസല്യ ശ്രദ്ധിച്ചു. അവർക്ക് ശോകം സഹിക്കാനായില്ല. അവർ വേദന കൊണ്ട് തരങ്ങി. എന്റെ മകനെ, അച്ഛൻ നിന്നെ പോറ്റി വളർത്തി. നീ ദീർഘകായനും ബലിഷ്ഠനുമായി വളരുന്നത് കണ്ട് അദ്ദേഹം സന്തോഷിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആദരവും അനുസരണയും അർഹിക്കുന്നു. ഞാനും ആദരിക്കപ്പെടാൻ അർഹയല്ലേ, അനുസരിക്കപ്പെടേണ്ടവളുമല്ലേ? ഇതൊന്ന് കേൾക്കൂ. ഭാര്യ ഭർത്താവിന്റെ പകുതിയാണ്. ഭർത്താവ് ഭാര്യയുടെ വലത്തെ പകുതിയാണ്. അങ്ങനെ ഓരോരുത്തരും മറ്റൊരാളുടെ അർദ്ധമാകുമ്പോൾ ഞാൻ ദശരഥന്റെ പകുതിയാണ്. അല്ലേ? അതുകൊണ്ടാണല്ലോ ഭാര്യ അർദ്ധാംഗി എന്ന് വിളിക്കപ്പെടുന്നത്. ദശരഥനാണ് നിന്നോട് കൽപ്പിച്ചതെന്ന് നീ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പകുതി ആജ്ഞ മാത്രമേ ആവുന്നുള്ളൂ.
ആ കൽപ്പന അധികൃതമാവണമെങ്കിൽ ഈ പകുതിയും കൂടി സമ്മതിക്കണം. ഞാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു കൽപ്പനയെന്ന വില അതിനില്ല. ധർമ്മത്തിന്റെ പ്രാധാന്യം അതിന്റെ എല്ലാ ഭാവത്തിലും നിനക്കറിയാം. അപ്പോൾ നീ ഇതും അറിഞ്ഞിരിക്കണമല്ലോ. മാതാവിന്റെ അംഗീകാരമില്ലാതെ ഒരു ചുമതലയും അംഗീകരിക്കത്തക്കതല്ല. അതിന് ധർമ്മമെന്ന പേരിന് അർഹതയുമില്ല. അച്ഛന്റെ